വിൻഡ് അടിച്ച് അകത്ത് കയറിയപ്പോഴേക്കും ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി സ്നോഫോൾ. 4 to 5 hour trail that we are going to cover today. ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ലെറ്റ്സ് ഗോ. ഇന്നിപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ ദിവസമാണ് ട്രക്കിങ്ങിന് വന്നിട്ട്, സർപ്പാസ് ട്രക്കിങ്. രാവിലെ എല്ലാവരും റെഡിയായി, ടെൻ്റെല്ലാം അൺപാക്ക് ചെയ്യുന്നു. ഇന്ന് വളരെ സ്റ്റീപ്പ് ഒരു ഹൈക്കാണെന്ന് പറയുന്നത്, ഏകദേശം 8 കിലോമീറ്റർ ഉണ്ടെന്ന് പറയുന്നു. എന്തായാലും ഒരു 4-5 മണിക്കൂർ എടുക്കും. അപ്പോൾ മഴയില്ലെങ്കിൽ വേഗമെത്തും. യെസ്, അപ്പോൾ ഞങ്ങളുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ദേ ആ മുകളിൽ കാണുന്ന ആ സ്നോക്കാപ്പ് മൗണ്ടൻ അല്ല, അതിനിപ്പുറത്ത് കാണുന്ന മൗണ്ടൻ കയറി പോകണം. ഇന്ന് പോകാനുള്ളത് മിൻറ്റാജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. 6-7 മണിക്കൂർ എടുക്കും. അപ്പോൾ റിയലി ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രക്കിങ്ങിലേക്ക് കടക്കുകയാണ് ഇന്നത്തോടുകൂടി. അപ്പോൾ അതിൻ്റെ പ്രിക്കോഷനൊക്കെ രാവിലെ തന്നെ എടുത്തു. ഒരെണ്ണത്തിൽ ORS ഫില്ല് ചെയ്തു, ഒരെണ്ണത്തിൽ വെള്ളം ഫില്ല് ചെയ്തു, ഫുൾ ഗിയർ അപ്പ് ചെയ്തു, വാക്കിംഗ് സ്റ്റിക്കെല്ലാം സെറ്റ് ചെയ്തു. കാരണം ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നമ്മളുടെ ബോഡി ഡിഫറെൻ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അതായത് എബോവ് 3000 മീറ്റർ, ഇന്ന് 3000 മീറ്ററിൽ എത്തുന്നതായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തോടെ കഴിഞ്ഞാൽ 2-3 ദിവസം വീണ്ടും ഞങ്ങൾ ടെൻറ്റിൽ തന്നെയാണ്. അത് പറഞ്ഞപ്പോഴത് ഇവിടെ കോൺ നിൽക്കുന്നത് നോക്കി. ഒരു തരം മില്ലറ്റാണ് ഇത്. ഇവർ ഉപയോഗിക്കുന്ന ചപ്പാത്തിയും ഇതൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു കോണാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രക്കിംഗ് ഈസ് നോട്ട് എ ഫൺ, പക്ഷേ ഫണ്ണാണ്. അപ്പോൾ എല്ലാവരും റെഡിയാവുന്നു. കാരണം ഈ ബോഡി ഡിഫറെൻ്റായിട്ട് ബിഹേവ് ചെയ്യുമെന്ന് പറയുന്നത്, ചിലർക്ക് തലവേദന വരും, ചിലർക്ക് ലൂസ് മോഷൻ വരും, ചിലർക്കൊരു ഹാലുസിനേഷൻ വരും. ലോട്ട് ഓഫ് ഇഷ്യൂസ്. Yesterday we came how many meters above? Almost 700. 700. Yeah. So today is? Almost 1 kilometer. This is around 2300 meters. We'll be crossing 3000, almost 3000. 3. So It is 300 meters more than what we did yesterday. 300-400. 1 kilometer more than 1000 meter high. 1000 meters. कौन से क्लास में पढ़ती है? थर्ड ए. नाइस. हाउ वाज द ट्रैक यस्टरडे? कल कैसा था? गुड. अच्छा चढ़ाई था? या नाइस. पहाड़ी गाना गाओ. अच्छा है, आप गाता है प्यार से प्यारे आवाज है आपका. बेटी लोग सोचती गाती है, बेटी लोग ग्रुप सॉन्ग करो ना, मम्मी भी साथ बैठो, तीनों चारों बेटियां और आप मिलके आ जाओ. संजीना गाना गाएगा, पहाड़ी गाना गाएगा. आ जाओ. ഞങ്ങൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു. ദേ എല്ലാവരും പോവുകയാണ്. യെസ്, ഞങ്ങളിവിടെയുള്ള മൈത്രിയാണ് ഈ പോണത്. പുള്ളിക്കാരി 3ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. എത്ര സ്മാർട്ടായിട്ടാണ് കയറി പോണെന്ന് നോക്കി. സർപ്പാസ് ജാരേ, छोटी को भी ले जा रहे. ഗ്രഹൺ വില്ലേജ് പതുക്കെ കഴിയാണ്. ഗ്രഹൺ വില്ലേജിൽ കൂടി കയറിയാണ് പോകുന്നത്. അപ്പം ഇന്ന് ഫുള്ള് വുഡിലായിരിക്കും എന്ന് പറയുന്നത്, ഫോറസ്റ്റിൽ. നാളെയാണ് ഓപ്പൺ വാലിയിൽ എത്തുന്നത്. കാരണം ഇന്നൊരു 3500 ഫീറ്റ് വരെ എത്തും. അപ്പോൾ 3500 വരെയാണ് മരങ്ങളൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ മരങ്ങളില്ല. ഇന്നലെ ഞാൻ കാണിച്ചത് എന്താണ്, അവരുടെ കോൺ പാടം. ഇത്തവണ എല്ലാവരുടെയും പുറകിൽ ഒരു ഞങ്ങളുടെ രാത്രി ടെൻറ്റിൽ കിടക്കാനുള്ളൊരു മാറ്റും തന്നിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ കുറച്ച് മുകളിലെത്തി. താഴെ കളർഫുൾ ഗ്രഹൺ. So we are entering to the woodlands. ഇവിടെ എവിടെ നോക്കിയാലും വൈൽഡ് ഓർക്കിഡാ.
ആ ഇപ്പോൾ സ്നോ ക്യാപ്പ് മൗണ്ടൻസ് എല്ലാം ഒന്നുകൂടി ക്ലിയറായി, എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആഹാ, എന്താ പൈൻ ഫോറസ്റ്റ്. ഇവിടെ എനിക്ക് തോന്നുന്നു എക്സ്ട്രാ ഓക്സിജൻ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് ഇത്ര ഫ്രഷ്നെസ് കിട്ടുന്നത്. സോ ഐ എം സോ ഹാപ്പി. ട്രെയിനിൽ എല്ലാവരെയൊക്കെ ഏറ്റവും മുകളിലെത്തി ഞാൻ നിൽക്കുകയാണ്. പക്ഷേ സിറ്റുവേഷൻ ഈസ്, എൻ്റെ ആദ്യത്തെ ട്രെയിലുകളിലെല്ലാം ഞാൻ വളരെ പുറകിലായിരുന്നു. അത് ആരോഗ്യം കൂടിയതുകൊണ്ടല്ല, എനിക്ക് തോന്നുന്നത് എൻഡുറൻസ് ലിമിറ്റ് കൂടിയിട്ടുണ്ട്, മനസ്സിൻ്റെ ശക്തി കൂടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഹിമാലയ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഹായ് മൈത്രി, ഹലോ ഹലോ, വെൽ ഡൺ ബേബി. കമോൺ 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 കമോൺ. യാ സ്വാഗത്. ഇപ്പം ഞങ്ങൾ കയറി ഗ്ലേസിയറിൻ്റെ ഒപ്പം എത്തി. ഇവിടെയല്ല, ആ സൈഡിൽ ഗ്ലേസിയർ കാണാം. നാക്ക് നീട്ടി നിൽക്കുന്ന പോലെയുള്ളൊരു ചെടി. വന്നു ഞങ്ങളൊരു മാഗി പോയിന്റിലെത്തി. ഇതേ ഒരപ്പാപ്പനിക്കുന്നു, ഇത് കുടിക്കുന്നു. ഒരു മരം കടപുഴകി പൊങ്ങി നിൽക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്. അയ്യോ, അവസാനം ഒരു ക്യാമ്പ് സൈറ്റിലെത്തി. പക്ഷെ അത് ഞങ്ങളുടെ അല്ല. അയ്യോ, ദൂരെ ക്യാമ്പ് സൈറ്റ് കാണുമ്പോൾ എന്തൊരു സന്തോഷം. പക്ഷെ അത് നമ്മുടെ അല്ലെങ്കിൽ അത്രയും സങ്കടവും വരും. അങ്ങനെ ഞങ്ങൾ 3250 മീറ്റർ മുകളിലെത്തി. ഇപ്പോൾ സമയം ഏകദേശം നോക്കട്ടെ 4:30 ആയി. സോ ഇന്നിവിടെ ഞങ്ങളുടെ ടെൻ്റ് അടിക്കും. എല്ലാവരും വരുന്നുണ്ട്. ഇവിടെ എവിടെയാണ് നമ്മൾ ടെൻ്റ് അടിക്കാൻ പോകുന്നത്. ഈ ഒരു ക്യാമ്പ് സൈറ്റിൽ ഇതിൻ്റെ ഹൈറ്റ് 3250 മീറ്ററാണ്. നാളെ ഞങ്ങൾക്ക് ഈ മലയാണ് കയറി പോകേണ്ടത്. നേരം സന്ധ്യയായി തുടങ്ങി, നല്ല തണുപ്പുണ്ട്. നാളെ 8 കിലോമീറ്റർ കയറി നഗരൂരിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അതിൻ്റെ ഹൈറ്റ് ഏകദേശം 3800 മീറ്ററോളം വരും. അവിടെ നിന്നാണ് ഞങ്ങൾ കയറി വന്നത്. ഹായ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ലെറ്റ്സ് ഗോ. ഇന്ന് സർപ്പാസ് ട്രെക്കിങ്ങിന് വന്നിട്ട് 3ാമത്തെ ദിവസം. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ടെൻറ്റിലാണ് ഉള്ളത്. രാവിലെ 5:30 മണിയായിട്ടുള്ളൂ. എല്ലായിടത്തും നല്ല വെട്ടം വന്നു കഴിഞ്ഞ് കൂടെ 2 പേരും കൂടെ ഉണ്ട്. ഇതാണ് പുറത്തേക്കുള്ള വ്യൂ. നേരെ വാലി വ്യൂ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഇന്നത്തെ 3ാമത്തെ ദിവസം. ഇന്നിപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് മിൻതാജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇന്നലെ വന്ന് ടെൻറ്റ് ചെയ്തത്. ഇന്നലെ വൈകുന്നേരം നല്ല തണുപ്പായിരുന്നു. ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല. നേരെ വന്ന് ടെൻറ്റിനകത്ത് കയറി വരുമ്പോൾ കണക്കിന് ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി കിടന്നുറങ്ങി. രാവിലെ തന്നെ എഴുന്നേറ്റ് ഇവിടെ 4:30 ആകുമ്പോഴേക്കും നല്ല സൺലൈറ്റാണ്. ഇത് നോക്കി, വാലീസ് എന്ത് ഭംഗിയാന്ന് നോക്കി, ചുറ്റും സ്നോ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരാണ് മിൻതാജ്. ഇന്നലെ ഞങ്ങൾ ഗ്രഹണിൽ നിന്നും ഏകദേശം 6 കിലോമീറ്ററോളം ട്രക്ക് ചെയ്താണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്താനായിട്ടൊരു 6-7 മണിക്കൂർ എടുത്തു. വളരെ സ്റ്റീപ്പായിട്ടുള്ള ഹൈക്കായിരുന്നു. വേണമെങ്കിൽ ഒരു 80 ഡിഗ്രി എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ഹൈക്കായിരുന്നു അത്. ഡിസെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഉണ്ടായില്ല. അസെൻറ്റ് മാത്രം. ഒരു ഡിസെൻറ്റ് വരുമെന്ന് ഒരുപാട് കൊതിച്ചു നോക്കി. രാവിലെ തന്നെ എല്ലാവരും കൂടി ഇരുന്ന് തീ കായാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാനും വിചാരിച്ചു അവിടെ പോയി ഒന്ന് തീ കായാന്ന് വിചാരിച്ചു. രാവിലെ തന്നെ എല്ലാവരും ഹായ് ഹലോ മോർണിംഗ്. എല്ലാവരും കൂടി വെള്ളം ചൂടാക്കിയാണ്.
ഈ ഒരു സ്പോട്ടിൽ നിന്നും പോവുകയാണ്. എല്ലാവരും പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചു. One more time. Very slowly. Stay for. ये हाथ खोलो छोड़ो. Very slowly. Very slowly. Let it be 3 liters in a day. Add ORS. It will help you. If you have any issue, like while going out, please let us know. Headache or any other things. That is absolutely related to AMS. And you need to walk slow. You need to take deep breath. And yesterday I was telling. Take deep breath. Count. You can have 2 steps maybe, or 1 step or 3 steps. The synchronization with the breathing, and it will help you. And it will help you to slow down, not to run fast, not to walk fast. And today we are walking together, unlike yesterday. So you should not cross the lead guide, who is probably Rishabh. No matter what, even he is tired, he is sitting there, you have to sit. We have to sit. We might have energy than him because he is carrying 40 kgs of weight. We are carrying hardly 5 to 6 kgs. What is the elevation we are going to reach? 3, 8. Just okay. And after that rock, we'll take a traverse and we'll go down. There is a trail. There is going down today. Little bit. Not descending something like this. That And we know. the elevation is, I mean, the gain is somewhere 5 to 600 meters. And unlike this Yesterday's. deadly steep, Only ascent. only ascent. So that's all. Any other questions? സോ ഞങ്ങൾ മൂവ് ചെയ്യാൻ പോകുന്നു. ഞങ്ങളുടെ ഹൈറ്റ് ഗെയിൻ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 600 മീറ്റേഴ്സ്. അപ്പോൾ ഏകദേശം 4000 മീറ്ററിൻ്റെ അടുത്തെത്തും. പക്ഷേ അഗെയിൻ വി നീഡ് 5 to 6 hours. Hi, this is Viju Vivekanandan from Dubai. So how do you feel? It's fine. So far, so well. New people, new terrain. Nature is always unpredictable. Nature is always lovable. So let's see what we can see. Yeah. Okay, thanks. Thank you. ഞങ്ങൾ ക്യാമ്പ് സൈറ്റ് ലീവ് ചെയ്തു. എല്ലാവരും എന്തേ കയറി വരികയാണ്. കം മനസ്സാ വന്ന് ഞങ്ങളൊരു വാലിയിലെത്തി. ഈ മരങ്ങളൊക്കെ കഴിയാറായി. ട്രീ ലൈൻ സെൻഡ് ചെയ്യുന്നത് 3500 മീറ്ററിലാണ്. അപ്പോൾ അത് ഏകദേശം കണ്ടുപിടിങ്ങി. ഇനി മരങ്ങളില്ല, കുറച്ചും കൂടി കയറി കഴിഞ്ഞാൽ. ഞങ്ങൾ ആ കയറ്റം കയറി കഴിയാറായെന്ന് തോന്നണം. ആ ദൂരെ കാണുന്ന ആ മല കയറി വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. ആ കാണുന്നത് അതിനപ്പുറമാണ് സർപാസ് ഇരിക്കുന്നത്. ഞങ്ങളിതേ ഒരു ഓപ്പൺ വാലിയിലേക്ക് എത്തി. That is Grahan. ഗ്രഹൺ വില്ലേജ് കാണാം, താഴെ കാണാം. ഞങ്ങൾ അവിടെയാണ് സ്റ്റേ ചെയ്തത്. അവിടെ നിന്നാണ് കയറി വന്നത്. 3500 മീറ്റർ ആയപ്പോഴത്തേക്കും ട്രീ ലൈനൊക്കെ ആൾമോസ്റ്റ് ഇത് തീരെയാണ്. അതിലേ ഇനി അത് കയറി പോകണം ഞങ്ങൾക്ക്. വീണ്ടും ഈ മല കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ തായി. ഹിമാലയ ഒരു അഡിക്ഷൻ തന്നെയാണ്. ഇതിൻ്റെ ക്ലൈമറ്റ് ചേഞ്ചും ഇതിൻ്റെ വെതർ ചേഞ്ചും. ഇറ്റ്സ് എ മൈറ്റി മൗണ്ടൻ, മൈറ്റി ഹിമാലയ. ഞങ്ങൾ കയറി വന്ന വഴി
ഏകദേശം 90 ഡിഗ്രിയാണ്. എന്താ ബ്യൂട്ടി. യാ നമ്മൾ 3700 എത്തി. ഞങ്ങളിങ്ങനെ പതുക്കെ 3800 ആക്സസ് ചെയ്യാണ്. ഓരോ 100 മീറ്ററും ഭയങ്കര പെയിൻഫുള്ളാണ്. വെതർ മാറിക്കൊണ്ടിരിക്കും, ഓരോരുത്തരുടെ ബോഡി കണ്ടീഷൻ മാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഒരു റീസൺ ഓക്സിജൻ കണ്ടൻറ്റ് 30% കുറവാണ്. അപ്പോൾ ഇതിൻ്റേതായ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. ഓക്കെ കുട്ടുമോ, ഇത് ലാസ്റ്റ് പീക്കാണെന്ന് തോന്നുന്നു. ഇതും കൂടി കയറി കഴിഞ്ഞാൽ നഗാരുവിലേക്ക് എത്താമെന്ന് വിചാരിക്കുന്നു. സർപ്പാസിൽ തൊട്ട് താഴെ 3800 അടിയിലേക്ക് എത്തും. അപ്പോഴേക്കും ഞങ്ങൾ ഫൈനലി ഞങ്ങളെത്തി, അതിൻ്റെ ടോപ്പിലെത്തി. ഇത്രയും നേരം അസെൻഡ് ചെയ്യായിരുന്നു. നൗ വി ആർ ഡിസെൻഡിങ്. ഹൗ temperature is dropping. അങ്ങനെ ഞങ്ങൾ നഗാരുവിലേക്ക് എത്തുകയാണ്. സർപ്പാസിന് തൊട്ട് താഴെയുള്ള ഒരു ക്യാമ്പിംഗ് ഏരിയയാണത്. ദൂരെ ക്യാമ്പ് കാണുമ്പോഴേക്കും എന്തൊരു സന്തോഷം. ഇത്രയും നേരം നടന്നു വന്ന എല്ലാ ക്ഷീണവും മാറിക്കിട്ടും. ക്യാമ്പിലെത്താറായി. നല്ല തണുപ്പുണ്ട്. കൈയൊക്കെ കംപ്ലീറ്റ് വാട്ടർ പ്രൂഫ് ഗ്ലൗസ് ഒക്കെ ഇട്ട് വെച്ചേക്കണം. ഞങ്ങൾ ടെൻ്റ് അടിച്ച് അകത്ത് കയറിയപ്പോഴേക്കും ഹെവി സ്നോഫോൾ സ്റ്റാർട്ടായി. ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി സ്നോഫോൾ. നല്ല സ്നോഫോൾ. വാ, സ്നോഫോൾ ഞങ്ങളുടെ ഇതിന് പുറത്ത് ഫുൾ സ്നോഫോൾ. ഞങ്ങൾ സ്നോഫോളിൽ പെട്ടുപോകുന്നത് ഞങ്ങളുടെ മുമ്പിലുള്ള ടെൻ്റെല്ലാം കൊളാപ്സായി. സ്നോഫോൾ ഇപ്പോഴും നല്ല കാര്യമായിട്ട് പെയ്യുന്നുണ്ട്. ഒരു വല്ലാത്ത സ്നോഫോൾ. ഇത് സ്നോഫോൾ അല്ല എന്ന് തോന്നുന്നു. സ്നോ വളരെ കട്ടിയായിട്ടാണ് വീണുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ആണെങ്കിൽ മെയിൻ ബാഗും എത്തിയിട്ടില്ല, ഒരു പ്രൊട്ടക്ഷനും കയ്യിലില്ല. അപ്പോൾ ഇനി ഇത് കഴിയുന്നവരെ ഇതിനകത്ത് ഇരിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. ഇതെന്താവുമെന്ന് അറിയില്ല. 3 മണിക്കൂർ കൊണ്ട് സ്നോഫോൾ ഒന്ന് കഴിഞ്ഞു. അപ്പോൾ വാലി മുഴുവൻ സ്നോ ആയി കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല. ഉള്ള നേരത്തെ കിടന്നുറങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം കയ്യിലൊന്നുമില്ല, ഫുഡുമില്ല, ഒന്നുമില്ല. സ്ലീപ്പിംഗ് ബാഗ് ഭാഗ്യത്തിന് കിട്ടി. ബാക്കിയുള്ള ബാഗെല്ലാം ആ മലയ്ക്ക് അപ്പുറത്തായി. അപ്പോൾ നാളെ കാണാം. ഗുഡ് നൈറ്റ്. സ്നോ രാത്രി പെയ്തില്ലെങ്കിൽ.